ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம் சொல்லி பார்த்தீங்கன்னா, நம்ம பனி மூவி சீன் 3 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா பனி மூவி சீன் 2 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்க. அப்படியே வந்து இப்போ தான் வந்து பார்த்தீங்கன்னா அப்படியே ஒரு கதைக்குள்ளே போகிறாங்க, ஒரு சுவாரஸ்யம் வந்து ஆரம்பிக்குது. அடுத்தடுத்து என்ன சீன் வரப்போகுது என்னன்னு சொல்லிட்டு தெரியல. சீன் 2ல வந்து பார்த்தீங்கன்னா சீன் 1ல வந்து ஒரு மர்டர் பண்ணி அது வந்து போட்டிருப்பாங்க. அது வந்து பார்த்தீங்கன்னா சீன் 2ல வந்து அவங்களே வந்து பார்த்தீங்கன்னா வந்து அந்த ரத்தத்துக்கு வந்து ஏதோ ஒரு பேர் சொன்னார், நான் மறந்துட்டேன். ரத்தம் வரும்போது கத்தி கூப்பாடு போட்டு அது அப்படியே வந்து பார்த்தீங்கன்னா ஒரு கேஸா வந்து மாறுது. அடுத்து என்ன வரப்போகுதுன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள പോലാം. അവസ്ഥ ഇതൊന്നും ഇപ്പൊ ഒന്നും പറയാനായിട്ടില്ല. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. അതെ സുനിലേട്ടൻ വിളിക്കും. സുനിലേട്ടാ. സജി, ദേവി എവിടെ ഉണ്ട്? എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. എന്താ ശരിക്കും സംഭവം? അതൊരു പ്ലാൻഡ് പരിപാടിയാണെന്ന് അറിഞ്ഞ്. എനിക്കും ഡേവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. മരിച്ചത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളാ, സുരേഷ്. മാടക്കത്തറ വീട്. എന്തെങ്കിലും വിവരം കിട്ടിയ ചേട്ടനെ വിളിച്ച് അറിയിക്കാം. അപ്പൊ ഗിരി എവിടെ ഉണ്ട്? ഇവിടെ എന്റെ കൂടെ ഉണ്ട്. ഓഫീസിൽ കയറിയിട്ട് പോ. അല്ല, കുറച്ച് പണിയുണ്ട്. വൈകിട്ട്? അല്ല ഇന്ന് ഗിരിയുടെ പെങ്ങള് കാർത്തികയുടെ പിറന്നാളാ. വേറൊരു ദിവസം കൂടാ. എന്നാ ശരി, ഫ്രീ ആവുമ്പോ ഗിരിയോടൊന്ന് വിളിക്കാൻ പറ. ഹലോ അളിയാ. നീ എവിടെടാ? എടാ, ഞാനൊരു സെറ്റിൽമെന്റ് കേസിൽ പെട്ട് കിടക്കുകയാണ്. പറഞ്ഞേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ആരാന്താന്നല്ല പിടിയുണ്ടോ? ഏയ്, ഇത് നമുക്ക് പരിചയമുള്ള ആരുമായിട്ടും കണക്ട് പുറമണിയാ, അല്ലെങ്കിൽ നമ്മൾ അറിയില്ലടാ. ഇപ്പൊ പിന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുറെ കുരുവികള് കൈ കിട്ടുന്നതൊക്കെ അടിച്ചിട്ട് നമ്മൾ അറിയാത്തങ്ങള്. എന്തായാലും പൊക്കിയിരിക്കും. പോലീസുമാർ കുറെ പരക്കം പറയുന്നുണ്ടല്ലോ. ഞാൻ എന്തായാലും വീറും അടിയെ വിളിക്കാം കേട്ടാ. എങ്ങോട്ടാ? നീ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണേ. അതെ, വൈകുന്നേരം വരുമ്പോ കുപ്പിയല്ലോ കൊണ്ടുവരണോ? കുപ്പിയൊന്നും വേണ്ട, ഞാൻ ഈ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുത്താൽ. സീരിയസ് ആന്നേ. അതെന്നാ വർത്താനാണോ പറഞ്ഞേ? കാര്യം, ഞാനൊരു കോട്ടയംകാരനാണേലും തൃശ്ശൂർക്കാരനല്ലേ. ശരി തൃശ്ശൂർക്കാരാ, വൈകിട്ട് കാണാം. ശരിടാ. രാവിലെ നടന്ന മർഡർ കേസിന്റെ ആണോ? രാവിലെ നടന്ന മർഡർ കേസിന്റെ എന്നാ പേരൊക്കെയാന്ന് ആർക്കറിയാം. അവന്മാരവിടെ എത്തിയിട്ടുണ്ട്. സെറ്റിൽമെന്റ് അവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. എവിടെ വന്നടാ? നോക്കിക്കോളാം. ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. എടാ, ഞാൻ വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. സുനിയല്ലേ? അയ്യോ പോച്ചാണെങ്കിൽ താങ്ക്സ്. நம்ம கேட்டறியா ഇത് മതി, കുടിക്കാം. അയ്യോ അയ്യോ എന്തായി ബന്ധപ്പെട്ട ദിവസം നമുക്ക് പഠിക്കണ്ടേ? പിന്നെ 2 ദിവസം കൊണ്ട് തീരില്ലേ? തീരും. കഴിച്ചടാ, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കോൺട്രാക്ട് അത് പുതുക്കണം. അറക്കല്ലേ? ഇതെന്തായി? അഡ്വാൻസ് സുലേട്ടാ, സോറി, ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. പറഞ്ഞേ. പോലീസിന്റെ ഭാഗത്ത് കിട്ടിയ ഇൻഫോർമേഷൻ നമുക്ക് ഉള്ളൂ. ഞാൻ എന്തേലും പേരും കിട്ടിയ സുലേട്ടനെ വിളിച്ചോളാം കേട്ടോ. ശരി. എന്തൊക്കെയാ കരിമക്കായി നടക്കുന്നേ? വൺ കൊട്ടേഷനാണ്. എന്നാ കൊട്ടേഷനാണ്? കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വേണ്ടേ? ഷാജടാ,
പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ സിയോട് ചോദിച്ചാൽ മതി. എന്നിട്ട് കരയിലുള്ള എല്ലാ പിള്ളേരെയും വിളിച്ച് ഇതിനെ കുറിച്ച് അന്വേഷിക്കണം കേട്ടോ. കുറെ നാളായല്ലോ ഇവന്മാർക്ക് കേസും പറഞ്ഞ് ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്താടാ സംസാരിക്കണ്ടേ കേട്ടാ? എന്ത് സംസാരിക്കാൻ? സംസാരമൊന്നുമില്ല. എടാ നീ ഇവനൊക്കെ കൂടെ ചേർന്ന് ബിസിനസ് ചെയ്ത് 5 കോടി രൂപ പോയി. ഇവന്റെ കൂടെ കൂട്ടുകച്ചവടം ചെയ്ത് 4 പേര് മുങ്ങി. ആ കാശ് മുഴുവൻ ഇവൻ ഒറ്റയ്ക്ക് തരുന്നു. എവിടുത്തനായോടാ? ഇവന്റെ ഷെയർ 1 കോടി രൂപ അത് അവൻ തരും. മനസ്സിലായോ? അതാണ് ഡീൽ. ഞങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കുഴപ്പമൊന്നുമില്ല. കൊണ്ടേ കത്തിയാണ്. ബിജു സാർ അങ്ങനെ ഏത് ബിജു? കള്ളം ബിജു സാർ. ചേട്ടാ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞു ഇമാതിരി വള്ളി കേസും പിടിച്ചോണ്ട് എന്റെ അടുത്ത് വരരുതെന്ന്. വിളിക്കടാ ബിജുനാൻ. ദേവിയേട്ടാ എല്ലാം കൂടി പെറുക്കി കൂട്ടിയിട്ടാ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിച്ചത്. നിന്റെ ഒന്നുമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സെന്റിമെന്റ്സ് എന്റെ അടുത്ത് അറിയാൻ മേലാത്ത കച്ചവടം ചെയ്തിരുന്ന് മോങ്ങുന്നോടാ. എന്ത് വള്ളിയാണ്ടായി പിടിച്ചേക്കണേ? ഏതാണ്ട് ഡേവിഡിനോട് സംസാരിക്കും. ബിജു മര്യാദക്കല്ലേ നമ്മൾ തമ്മിലെ ടേംസ് തെറ്റുവേ. അത്രേ ഉള്ളൂ കേട്ടല്ലോ. അതാ ഡീൽ. ശരി. ഓ എന്നാലും നിങ്ങൾ കൊലക്കേസിന് സാക്ഷിപരം കാണിച്ച ധൈര്യം ഉണ്ടല്ലോ. സമ്മതിക്കണം. അതെ, നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നിയോ? പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. ഹലോ, ആ സാറേ. ആ വരാം. ഓക്കെ. സ്റ്റേഷനിൽ വിളിച്ചാൽ കൂടുതൽ തെളിവ് കൊടുക്കാനായിട്ടേ. ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് എക്സ് കൺവിക്റ്റഡ് ആയ എല്ലാവരും വെരിഫൈ ചെയ്യണം. പ്രസന്റ് അല്ലാത്ത എല്ലാവരും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തണം. സാർ എമോ ക്രിമിനൽസ് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഏർപ്പാട് ചെയ്തു. എനി അപ്ഡേറ്റ്സ് ഫ്രം ദ സൈബർ സെൽ? സസ്പീഷ്യസ് കോൾ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള റിക്വസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഈവനിംഗ് ഉള്ളിൽ അപ്ഡേറ്റ് ചെയ്യാം. ആദ്യം ബോഡി ഉണ്ടാവില്ല. ഞാനാണ് സാർ ആദ്യം കണ്ടത്. ഞാനല്ല സാറേ, ഞങ്ങളാണ് ആദ്യം കണ്ടത്. സാറേ ഞാൻ ആദ്യം കണ്ടത്. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് കണ്ടത്. എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ എവിടെ വേണമെങ്കിലും ഒന്ന് തുറന്നു പറയാൻ തയ്യാറാണ് സാർ. അല്ലേട്ടാ സാറേ, ഞങ്ങളാണ് ആദ്യം. എന്റെ പേരെന്താ? ഡോൺ സെബാസ്റ്റ്യൻ. എന്റെ പേരിൽ എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടോ? ഇനി കേസൊന്നുമില്ല. എന്റെ പേരെന്താ? സിജു. നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ഞമ്മള് കാണാനായിട്ട് പോയതാ. ഇതാരാ? സാർ. എന്റെ വീട് എവിടെയാ? പോന്തീച്ചിറ. എന്റെ കൊല്ലത്ത്. കൊല്ലത്ത് എവിടെ? അഞ്ചല് സാറേ. എവിടെ എന്ത് ചെയ്യാൻ? മെക്കാനിക്കാ. ഞങ്ങൾ ഒരുമിച്ച ജോലിയാണ്. സുലോചനൻ പട്ടാളത്തിലായിരുന്നു. സെക്യൂരിറ്റി സർവീസ് സാർ. ഞാൻ ജോലി കഴിഞ്ഞ് വരണം. അതല്ലേ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത്. ഫോൺ എടുത്തേ. ഹലോ, എന്ത്? തൃശ്ശൂർ ഒരു കൊലപാതകം നടന്നില്ലേ? അപ്പൊ അതിന്റെ സാക്ഷിയാണ് ഞങ്ങള്. സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി കൊടുക്കാനായിട്ട്. ഞാൻ വിളിക്കാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം? We are in love. നിനക്ക് എത്ര ആളായിട്ട് അറിയാം? 4 weeks. ഫോൺ എടുത്തേ. ലൗഡ് സ്പീക്കറിൽ. നീ എവിടെയാ? അപ്പൊ ഞാൻ തൃശ്ശൂരുണ്ട്. നീ വരുമ്പോഴേ ഒരു 50 രൂപയുടെ സാമ്പാറിന്റെ റേഷൻ മേടിച്ചിട്ടുണ്ട്. ശരി. അച്ഛൻ നമ്മൾ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട് സാർ. തൃശ്ശൂർ വിട്ട് പുറത്തു പോകണമെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. സാർ എത്ര നാളെ അറിയിക്കേണ്ടി വരും? ഞങ്ങൾ പറയുന്നത് വരെ. ശരി, ഇപ്പൊ വയ്ക്കൂ. സ്മാർട്ട് ഓവറല്ലേ? കറക്റ്റ് വീട്ടിലായിരുന്നില്ലേ? അല്ലേ? ഫോൺ
ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ. ഹലോ കാശ് റെഡി ചെയ്യാം. നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അവിടെ വെച്ച് കാണാം. അപ്പൊ രജിന്റെ കാര്യം രജീഷേ, ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ കണ്ണുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന സാധനമാണ് ഈ ടൈലും പെയിന്റും ഒക്കെ. അത് താൻ ഡിസ്കൗണ്ട് അടിക്കണ്ട. സ്ഥിരമായിട്ട് ലീവ് എടുത്തോ. എന്തായി എവിടെയാ സൈറ്റിലാ? വൈകിട്ട് പാർട്ടിയുടെ കോർഡിനേഷൻ ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ആ മറന്നുപോയി. നീ സൂപ്പർ മാർക്കറ്റിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞാൻ പറയാം. ശരി. ശരിക്കും നമുക്ക് 10 ലക്ഷം രൂപ കിട്ടിയത്. ടിവിയിലും ഫോണിലൊക്കെ മൊത്തം നമ്മളെന്ത് പറഞ്ഞു എന്നെ പോലീസും പറഞ്ഞത്. നീ പറഞ്ഞത് കറക്റ്റാടാ. പേടിച്ച പോയി. ഈ ഘട്ടം കഴിഞ്ഞാ പിന്നെ അടിപൊളിയാ. ഇപ്പൊ ഇതിൽ ബൈക്ക് വേണം. മേടിച്ചു. നിനക്ക് വേണ്ട? എന്തെങ്കിലും ഉണ്ടല്ലോ. ആരും ഒന്നും അറിയണമെന്നില്ല. ഇവിടെ എത്ര പേരെ മർഡർ എടുത്ത് സെറ്റിൽ ആയിരിക്കണം. ഓ പൊച്ചി. ശരിയോടാ. അയ്യോ ബ്ലാക്ക് സാരി പൊട്ട് നല്ല കളറ് അടിപൊളി. നോക്കിയാ അടിപൊളി. എല്ലാവരുടെ എല്ലാം രോമില്ല പോലെ ഇല്ല. വന്നേ. ആ നമസ്കാരം കേട്ടാ. അയ്യോ പൊച്ചി. ഷീലടാ ബൈക്കിലൊക്കെ ചെറിയ രോമടാ. ഞാൻ പോയി തൊട്ടിട്ട് വരാടാ. അയ്യോ പൊച്ചി 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 പൊച്ചി. ഓ സോറി 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 അയ്യോ സോറി 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 സോറി. ഹലോ, എങ്ങോട്ടാ? എന്തോറ്റി? ഏയ് ഒന്നുമില്ല എന്താ മൂവലാണ്ടിരിക്കണ? ഒന്നുമില്ല, വന്നേ പോവാം. എന്താ നീ എന്താ സാധനം ഒന്നും വാങ്ങാതിരുന്നേ? എന്താ വേണ്ട, വാ പോവാം. എന്താ കാര്യം? എന്താ വൃത്തിട്ടന്മാർ. ഓ അമ്മാരെന്താ? അതൊന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ല. ഓ നിക്ക് നിക്ക്. പൊച്ചു 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 പൊച്ചു. ஆளு பாரு எப்படி இருக்காருன்னு. அம்மாடி ஒரு அடி வச்சோம் அவ்வளவுதான் செத்தோம். ஓ ஐயோ ഓ എന്തൊക്കെ മക്കളെ നിങ്ങൾ കാണിച്ചേ? ആരെങ്കിലും ഓട്ടോ വിളിച്ചേ. that is husband. வைஃப் வேணும்னா சும்மா விட முடியுமா பாஸ்? that is love. சூப்பர் சூப்பர் சூப்பராக இருந்துச்சு. நான் அப்பயே நினச்சேன், சீன் 2லேயே வந்து நினச்சேன் அவங்களுக்கும் இவங்களுக்கும் வந்து அந்த 2 பசங்களுக்கும் ஜோ ஜார்ஜுக்கும் வந்து பார்த்திங்கன்னா ஏதோ ஒரு
பஞ்சாயத்து வந்து வரும்னு சொல்லிட்டு நினச்சேன். அதே மாதிரி வந்து பார்த்திங்கன்னா பஞ்சாயத்து வந்து வந்துருச்சு. வாண்டடாக வந்து இப்போ ஸ்டேஷன் போய் வந்து வந்து என்கொயரிக்கு வந்து போறாங்க. என்ன விஷயம்னு சொல்லிட்டு தெரியல. ஒரு வேளை ஃபேமஸ் ஆவணும் அப்படின்னு சொல்லிட்டு பண்றாங்களா? இல்ல என்னன்னு சொல்லல. ஃபேமஸ் ஆவறதுக்கு வந்து பார்த்தீங்கன்னா, எதுக்கு கொலை பண்ணணும்? அதுக்கு வந்து போய் நான் தான் பார்த்தேன் அப்படிங்கிற மாரி சொல்லணும்னு எனக்கு வந்து சரியா வந்து விளங்கல. அதுக்கப்புறம் வந்து அவங்க இது வந்து அபிநயா வந்து ஷாப்பிங் மால் வந்து போவாங்க. அவங்களே வந்து பார்த்தீங்கன்னா, ஃபாலோ பண்ணி அவங்களே வந்து பார்த்தீங்கன்னா, டச் பண்ணிருவாங்க. அ அவங்க வந்து பார்த்தீங்கன்னா, மழுப்புவாங்க. என்ன பண்றது? நம்ம டக்குன்னு இது ஹஸ்பண்ட் இல்ல எப்படி கண்ண பார்த்தோனே கண்டுபிடிச்சிருவார்ல. கொ கொ அவ அவரே வந்து பார்த்தீங்கன்னா, போட்டு கும்மு கும்முன்னு கும்மிட்டாரு. அப்படியே வந்து பார்த்தீங்கன்னா, அன்பா வந்து தூக்கிட்டு வந்து போயிட்டாரு. ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நெனைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு, சப்ஸ்கிரைப் பண்ணாம நீங்க பார்த்தீங்கன்னா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி அந்த பெல் ஐகான தட்டிட்டு ஆல்ன்னு போட்டுங்க. அப்ப நான் போடுற வீடியோ உங்களுக்கு வரும். தொடர்ந்து வந்து நம்ம வீடியோக்கு வந்து சப்போர்ட் பண்ணுங்க. இதுபோல நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம்.